ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ തിരുപ്പതി അമ്പലത്തിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് റാസൽ ഖൈമ ടു ഹൈദരാബാദ് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ റാസൽ ഖൈമ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കസിൻസാണ് കേട്ടോ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോയി. കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ നമ്മളത്. റാസൽ ഖൈമ ടു ഹൈദരാബാദ് ടു തിരുപ്പതി അങ്ങനെയായിരുന്നു. റാസൽ ഖൈമ എയർപോർട്ടിലാണ്. പിന്നെ ആമി ഉറങ്ങുന്നുണ്ടായിരുന്നു, ഇപ്പം എണീച്ചു. ആമി ആമി ഹായ് ആക്ക് നോക്കി, ആമി നോക്കി. പിന്നെ ഇപ്പോൾ നമ്മളെ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ റാസൽ ഖൈമ എയർപോർട്ടിൽ വരുന്നത്. ദുബായ് എയർപോർട്ടിനെ കമ്പയർ ചെയ്തിട്ട് ചെറിയൊരു എയർപോർട്ടാണ്. എല്ലാം പെട്ടെന്ന് തന്നെ ആയി. നമ്മൾ ഫ്ലൈറ്റ് 2:20 ഇപ്പോൾ സമയം 12 എത്ര ആയതില്ല. ഇനി കുറേ സമയം വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഹൈദരാബാദ് എയർപോർട്ടിൽ വരുന്നത്. അതേപോലെ തിരുപ്പതി അമ്പലത്തിലോട്ടും ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത്. കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ പോവാൻ കുറച്ചൊരു അമ്പലത്തിലൊന്നാണ് ഈ തിരുപ്പതി അമ്പലം. അങ്ങനെ നമ്മളിപ്പോൾ ഹൈദരാബാദ് രാജീവ് ഗാന്ധി എയർപോർട്ടിലെത്തി. എനിക്ക് ഫ്ലൈറ്റിലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആമി കുറച്ച് കരച്ചിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം കഴിഞ്ഞു. ഇനി ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതോട്ടാ. പിന്നെ ഇനി ഇവിടുന്ന് എത്ര മണിക്ക് തൊട്ടാ ഫ്ലൈറ്റ്? 10 മണി. ഇവിടുന്ന് 10 മണിക്ക് തിരുപ്പതിയിലേക്ക് ഫ്ലൈറ്റ്. അമ്മീ ടാറ്റ. അങ്ങനെ നമ്മൾ ട്രോളി കിട്ടി. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ചായലും കുടിച്ചു കേട്ടോ. അമിച്ചു അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലൈറ്റ് കയറി. ഇത് ചെറിയൊരു ഫ്ലൈറ്റാണ്. ചെറിയ ഫ്ലൈറ്റാണ്, സീറ്റില്ല, ചെറിയ സീറ്റ്, 2 സീറ്റ് മാത്രമേ ഉള്ളൂ. ഫ്ലൈറ്റും വളരെ ചെറുതാണ്. ഡിഫറെൻറ്റ് ടൈപ്പാണ്, ഫാനൊക്കെയാണ്. ഫസ്റ്റ് ടൈമാണ് ഇതിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം ഗൈസ്. ആമി സേ ഹായ്. ഹായ്. ഈ ഫ്ലൈറ്റ് മറ്റേ ഫ്ലൈറ്റ് ഇതാണ് ഇതോട്ട് പറഞ്ഞ ഫാൻ ടൈപ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നുണ്ടാവും. ശരിക്കും ബസ്സിലെല്ലാം ഉള്ളൊരു ഫീല്. ഹലോ ആമി. തിരുപ്പതി എയർപോർട്ടിലെത്തി. ആമിച്ചു നല്ല ഉറക്കാണ്. ഉള്ളിൽ ആണ്ടമ്മ സമയത്ത് ഇറങ്ങി. പിന്നെ ഇവിടുന്ന് വരെ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നേരെ ബാഗേജ് എടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് എയർപോർട്ടാണ് കേട്ടോ തിരുപ്പതി. അതേപോലെ എയർപോർട്ടിൻ്റെ എൻട്രൻസിലായിട്ട് തിരുപ്പതി ബാലാജീൻ്റെ ഒരു വലിയൊരു വിഗ്രഹം കൂടിയുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ തിരുപ്പതി എയർപോർട്ടിൽ നിന്ന് ഞങ്ങളെ ബുക്ക് ചെയ്ത ഹോട്ടൽ, തിരുപ്പതി ടൗണിലുള്ള ഹോട്ടലിലോട്ട് പോവാണ്. ഞങ്ങൾ ബുക്ക് ചെയ്ത് ഗോൾഡൻ തുലിപ്പ് ഹോട്ടലിലാണ്. ഇപ്പം അങ്ങോട്ട് പോവാണ്. എയർപോർട്ടിൽ നിന്ന് തന്നെ ടാക്സി ആക്കി പോവാണ്. ചന്ദ്രബാബു നായിഡു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര റഷായിരുന്നു എയർപോർട്ടിനകത്ത് മൊത്തം. റഷ് മീൻസ് ആൾക്കാരല്ല, അവരെ സെക്യൂരിറ്റി വണ്ടികളും ഒക്കെ ആയിട്ട് കുറച്ചൊന്നും അവിടെ സ്റ്റക്കായി. ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ, വളരെ ചെറിയ എയർപോർട്ടാണ്. അല്ല, ചെക്കിങ് അത് നോർമൽ ഉണ്ടാവില്ല, നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് വന്നതല്ലേ. ആമി നല്ല ഉറക്കത്താണ് ഗൈസ്. അപ്പോൾ ഇനി നേരെ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് നാളെ ആമിച്ചുകൊണ്ട് മുടി നമ്മൾ മുട്ടയടിക്കും ഗൈസ്. ചെറിയൊരു സങ്കടമുണ്ട്. ഞങ്ങൾ നാളെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു ഉച്ചയ്ക്ക് മുമ്പൊക്കെ വരുന്നവരാണെങ്കിൽ NRI ദർശനത്തിന് പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്ന് തന്നെ ടാക്സി എടുത്ത് തിരുമലയിൽ പോയിട്ട് ദർശനമൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്, കുറച്ച് ഉച്ചയ്ക്ക് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളങ്ങനെയല്ല പ്ലാൻ ചെയ്ത്. ഞങ്ങൾ ഒരു ദിവസം വന്ന് ഇവിടെ റെസ്റ്റ് എടുത്ത് നെക്സ്റ്റ് സാറ്റർഡേ നാളെ മൊത്തം ഡേ അവിടത്തേക്ക് വേണ്ടി മാറ്റി വെച്ച് മറ്റന്നാളാണ് ഞങ്ങൾ ഫ്ലൈറ്റ്, റിട്ടേൺ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഭയങ്കര ടയർഡ്. നമ്മളെ മുഖം കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട്
ഇന്നലെ ഫുൾ നൈറ്റ് ട്രാവലായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ടയർഡായി, ഉറങ്ങാൻ പറ്റിയില്ല മര്യാദയ്ക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ റൂം വരുന്നത്. നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായത് ഗോൾഡൻ തുളിബ് ഹോട്ടലിലാണ്. പിന്നെ നല്ല വിശപ്പുണ്ട്, അതേപോലെ നല്ല ടയേർഡും കൂടിയാണ്. അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിക്കണം, അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കണം. പിന്നെ ആമി ഇപ്പോൾ ഉറങ്ങുന്നുണ്ട്, പിന്നെ ആമിക്കുള്ള ഫുഡും കൂടി കൊടുക്കണം. പിന്നെ വൈകുന്നേരം ജസ്റ്റ് തിരുപ്പതി ടൗൺ വരെ പോകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എവിടെയും നമ്മ ഇന്ന് പോകുന്നില്ല, നാളെ രാവിലെ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങിയും കൂടി വേണം. ആമി അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി റിക്ഷയിൽ തിരുപ്പതി ടൗൺ വരെ ഒന്ന് പോയി വരാമെന്ന് വെച്ചു. അപ്പോൾ ആമിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു റിക്ഷയിൽ പോയത്. അവൾ ഓരോ വണ്ടീനെ കാണുമ്പോൾ ഇങ്ങനെ ഒച്ചയൊക്കെ ആക്കിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കവർ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ ബസ് സ്റ്റേഷൻ അതൊക്കെ കാണിച്ചു തന്നു. ഭയങ്കര റഷായിരുന്നു കേട്ടോ തിരുപ്പതി ടൗണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്നൊന്ന് റൗണ്ട് അടിച്ച് വന്നു. പിന്നെ പോകുന്ന വഴി അവർ തിരുപ്പതി മാർക്കറ്റൊക്കെ കാണിച്ചു തന്നു. അവിടെയൊക്കെ ഭയങ്കര റഷാണ്. ചെറിയൊരു ടൗൺ ആയതുകൊണ്ടാവാം ഭയങ്കര കൺജസ്റ്റഡ് പോലെ തോന്നി. പിന്നെ നല്ല ആൾക്കൂട്ടം ഉണ്ടായിരുന്നു, വൈകുന്നേരം ആയതുകൊണ്ടാവാം. പിന്നെ വണ്ടിയൊക്കെ പോകുന്നത് ചെറിയൊരു സ്പേസിലൂടിയിട്ടാണ്, വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ നമ്മൾ അധികമൊന്നും നിന്നില്ല, നമ്മൾ പെട്ടെന്ന് റൂമിലേക്ക് വന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോകണം, ഉറങ്ങണം, നാളെ രാവിലെ അമ്പലത്തിൽ പോകണം. അങ്ങനെ ഉണ്ട് കേട്ടോ വട. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു വന്ന് ഇപ്പോൾ ആമയെല്ലാം ഉറങ്ങി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.